ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2020 നമ്മുടെ ഒരു കോവിഡൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് കിയ പുതിയ സോണറ്റ് എന്ന് പറഞ്ഞ അവരുടെ ഒരു സബ്ഫോമീറ്റർ SUV ആയിട്ട് വരുന്നത്. 2019 സെൽറ്റോസ് വന്നത്, അതൊരു വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത്. കാരണം ആ സമയത്ത് B6 ഉണ്ടായിരുന്നു, ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസും പിന്നെ പവർട്രെയിൻ ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, നമ്മൾ ഇതുവരെ സെഗ്മെന്റിൽ കാണാത്ത ഒരുപാട് സാധനങ്ങളും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനൊക്കെ വെച്ചിട്ടാണ് ആ വണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്കായി. കിയ എന്ന് പറയുന്ന ബ്രാൻഡും ഇന്ത്യയിലെ ആൾക്കാരെ നന്നായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. അതിനുശേഷം വന്ന വണ്ടിയെ സോണറ്റും അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. ഇനീഷ്യലി വന്ന വണ്ടിക്ക് പിന്നെ 2024 ആയപ്പോഴേക്കും ഒരു ചെറിയൊരു ഫേസ് ലിഫ്റ്റും കൊടുത്തു. അതുകൊണ്ട് കുറച്ചുകൂടി ഡിസൈൻ പിന്നെ ഫീച്ചേഴ്സൊക്കെ അങ്ങനെ വീണ്ടും ബെറ്ററായി. സോണറ്റിനാണെങ്കിലും സെൽറ്റോസിൻ്റെ അത്ര ഭയങ്കര വലിയ റിസപ്ഷൻ കിട്ടിയില്ലെങ്കിലും ആവശ്യത്തിന് നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടിയിരുന്നത്. അതിന് മുന്നേ ഒരു കാർണിവൽ ഇറക്കി, അത് പിന്നെ ഒരു ആവറേജ് റെസ്പോൺസ് ആയിരുന്നു. കാരണം പഴയ ജനറേഷൻ കാർണിവലാണ് നമുക്ക് അവരുടെ തന്നത്. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിരുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ കാർണിവൽ നമുക്ക് അതിൻ്റെ ട്രിപ്പിൾ പ്രൈസിലാണെങ്കിലും ഇവിടെ കിട്ടുന്നുണ്ട്. എനിവേ, ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ സോണറ്റിൻ്റെ ലേറ്റസ്റ്റ് ജനറേഷൻ മോഡൽ അല്ലെങ്കിൽ പുതിയ ജനറേഷൻ മോഡലിനെ പറ്റിയാണ്. നമുക്കിപ്പോൾ ഇവിടെ ആകപ്പാട് ഒറ്റ ജനറേഷനും അതിനൊരു ഫേസ് ലിഫ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി വരാനുള്ളത് പുതിയൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനറേഷനാണ്. നമ്മുടെ വെന്യൂ ഒക്കെ 2019 വന്ന്, അതിനിപ്പോൾ 2025 ആയപ്പോഴാണ് ഹ്യുണ്ടായി ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് കൊടുത്തത്. 2025 ലാസ്റ്റാണ് കൊടുത്തത്, വേണമെങ്കിൽ 26 സ്റ്റാർട്ടിംഗ് എന്നും പറയാം. സോ അത് ഏകദേശം ഒരു 6 to 7 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ വന്നുകൊണ്ട് തന്നെ നമ്മുടെ സോണറ്റും ഏകദേശം ഒരു 6 to 7 വർഷം ഗ്യാപ്പ് ആയിട്ടുണ്ട്. ആൻഡ് ആ വണ്ടിയും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വെന്യൂ പ്ലാറ്റ്ഫോം മാറി, അതുപോലെ കിയയുടെ തന്നെ സെറോസ് പ്ലാറ്റ്ഫോം മാറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു അപ്ഡേറ്റിന് വരാനുള്ളൊരു വാഹനം തന്നെയാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോണറ്റിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സ് നമ്മുടെ ഓട്ടോക്കാരൻ്റെ പുറത്തിട്ടുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് ജനറേഷൻ്റെ ഇൻറ്റേർണൽ കോഡ് നെയിം വന്നിരിക്കുന്നത് QY2E എന്നാണ്. കോഡ് നെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ ഇൻറ്റേർണലി വണ്ടിയെ വിശേഷിപ്പിക്കുന്നത്, അത്ര ഉള്ളല്ല. നമുക്കതുമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല. എന്തായാലും ആ ഒരു ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറയുമ്പം ജസ്റ്റ് ഡിസൈൻ ഫീച്ചേഴ്സ് അത് മാത്രമല്ല അവർ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി അവരുടെ പുതിയ മറ്റേ ഡിസൈൻ ഫിലോസഫി അതിലോട്ടൊക്കെ പോകും. ഓക്കെ, സോണറ്റിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ ലേറ്റസ്റ്റ് ജനറേഷൻ സെൽറ്റോസ് ഉണ്ടല്ലോ, അത് കുറച്ചുകൊണ്ട് ബോക്സി ആയിട്ടുള്ളൊരു ഷേപ്പായിരുന്നു. ഈ വണ്ടിയും ആ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യതകൾ. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ വെന്യൂ നോക്കുകയാണെങ്കിലും പഴയ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പം ആ ഒരു പാറ്റേണിലേക്കാണ് പോയത്. പക്ഷേ വെന്യൂ എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ ആകെ ഉണ്ടായിരുന്ന ഒരു സബ്ഫോമീറ്റർ SUV ആണ്. അത് അവർ K2 പ്ലാറ്റ്ഫോമിൽ നിന്ന് K1 പ്ലാറ്റ്ഫോമിലേക്ക് പോയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം ഓൾറെഡി ഉള്ളൊരു എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ആ ഒരു വണ്ടി എടുത്തിട്ടാണ് അവർ കൺവേർട്ട് ചെയ്ത് ജനറേഷൻ മാറ്റിയെന്ന് പറഞ്ഞത്. കിയയുടെ കേസിൽ അവർ ഓൾറെഡി കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഒരു വണ്ടി ഇറക്കിയായിരുന്നു, അതാണ് സെറോസ്. ആൻഡ് ഈ വണ്ടി ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഫ്ലോപ്പ് ആയിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ഹൈ പ്രൈസിങ് ആയിരുന്നു ഇനീഷ്യലി. ആൻഡ് പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ വർഷമല്ല, ആക്ച്വലി കഴിഞ്ഞ 2025 ഈ വണ്ടി വന്നത്. ആൻഡ് ഇത് പറഞ്ഞു വരുമ്പം സെൽറ്റോസിൻ്റെ അത്രയും തന്നെ ഫീച്ചേഴ്സ്, ഓർ ബാക്കിലത്തെ വെന്റിലേഷൻ സെൽറ്റോസിൽ ലേറ്റസ്റ്റ് ജനറേഷൻ ഇപ്പോഴും ഇല്ല. അതൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് K1 പ്ലാറ്റ്ഫോം ബേസ്ഡ് ആണ്. അത് നമ്മുടെ ഗ്രാൻഡ് ഐ 10 ന്യൂസിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആണ്. അതിൻ്റെ തന്നെ കുറച്ചും കൂടെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഒക്കെ ബെറ്റർ ആക്കിയിട്ടുള്ള കുറച്ചും കൂടെ ടോർഷണലി റിജിഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അവർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ടെക്നിക്കലി ഇതിൻ്റെ സേഫ്റ്റി ബെറ്റർ ആണ്, ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. ആൻഡ് ഈവൻ സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് സീറ്റ് ബാക്കിലത്തെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടിയിൽ ആക്ച്വലി ഏകദേശം ഫുള്ള് സ്ലൈഡ് ചെയ്തിട്ടാണെങ്കിൽ സെൽറ്റോസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെ സ്പേസ് കിട്ടുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു വണ്ടി അവർ ഇറക്കിയതാണ്. പക്ഷേ റൈഡ് ക്വാളിറ്റി, ഹാൻഡ്ലിംഗ് അതെല്ലാം ഭയങ്കര കോംപ്രമൈസ്ഡ് ആയിരുന്നു. ഹാൻഡ്ലിംഗ് കുഴപ്പമില്ല, പക്ഷേ റൈഡ് ഭയങ്കര സ്റ്റിഫാക്കിയിട്ട് അത്ര ഒരു നല്ലൊരു മിഡിൽ ഗ്രൗണ്ട് ആയിരുന്നില്ല. ഒരു കംഫർട്ടബിൾ ഫാമിലി കമ്മ്യൂട്ടിന് നോക്കുമ്പോൾ അത് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തായാലും ഈ വണ്ടിയുടെ ഹൈ പ്രൈസ് കൊണ്ടൊക്കെ ആയിരിക്കണം. പിന്നെ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഡിസൈൻ ആണല്ലോ. എത്ര പേർക്ക് ഈ വണ്ടിയുടെ ഡിസൈൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കിപ്പോഴും ഈ വണ്ടിയുടെ ഡിസൈൻ ഇഷ്ടമല്ല. സോ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഈ വണ്ടി അങ്ങനെ അധികം പോപ്പുലർ ആവാതിരുന്നത്. എന്തായാലും ഇതുപോലെ തന്നെ ഇനി, അതായത് ഈ സെയിം ഡിസൈൻ അല്ല, പക്ഷേ ഒരു ബോക്സി ഡിസൈൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ചും കൂടെ ഒരു മോഡേൺ ആയിട്ട് നമ്മുടെ K1 പ്ലാറ്റ്ഫോമിൽ തന്നെ ബേസ് ചെയ്തായിരിക്കും പുതിയ സോണറ്റും വരാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് വീണ്ടും പ്ലാറ്റ്ഫോം അല്ലാതെ പിന്നെ ഡിഫറൻസിയേഷൻ വരാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഇന്റീരിയർ മൊത്തം മാറും. ആൻഡ് സെറോസിൻ്റെ അത്രയും ഫീച്ചേഴ്സ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവർ ഇതിനകത്തൊരു ഹൈബ്രിഡ് പവർ ട്രെയിൻ കൊടുക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അഗെയിൻ ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം നമുക്കിപ്പോൾ സബ്ഫോമീറ്റർ SUVസിൽ ഹൈബ്രിഡ് ഒന്നും കിട്ടുന്നില്ല. ആകപ്പാടെ മറ്റേ മൈൽ ഹൈബ്രിഡ് 48 വോൾട്സിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം തന്നെ ഇല്ലാന്ന് തോന്നുന്നു. ആകപ്പാടെ മറ്റേ 12 വോൾട്ടിൻ്റെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ആ സാധനമേ ഉള്ളൂ. സോ അതിന് പകരം ഒരു പ്രോപ്പർ ഹൈബ്രിഡ് അവർ ഡെവലപ്പ് ചെയ്യുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ വരാൻ കുറച്ച് ലേറ്റ് ആവും. 2028-2029 ആകുമ്പോഴേ ഈ ഒരു ഹൈബ്രിഡ് മോഡൽ വരുള്ളൂ. പക്ഷേ 27 ആകുമ്പോഴേക്കും നമുക്ക് പുതിയ ജനറേഷൻ സോണറ്റ് ഇവിടെ കിട്ടും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ സോണറ്റ് മാത്രമേ അവരുടെ ഈ സബ്ഫോമീറ്റർ കയറ്റം, അതായത് ഹ്യുണ്ടായി ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ വെന്യൂ മാറി സെറോസും K1 മാറി. അവരിപ്പോൾ K2 പ്ലാറ്റ്ഫോമിൽ ആകെപ്പാട് ഉണ്ടാക്കുന്ന ഒരേ ഒരു വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ മറ്റേ സാധനം സെൽറ്റോസ് ഒക്കെ ഇപ്പോൾ K3 പ്ലാറ്റ്ഫോമിലോട്ട് പോയി. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ വരാൻ പോകുന്ന കറക്റ്റ് നേരെ K3 പ്ലാറ്റ്ഫോമിൽ
പ്ലാറ്റ്ഫോമിലേക്ക് പോകും. സോ പറഞ്ഞു വരുമ്പോൾ ഹ്യുണ്ടായുടെ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ ക്രെറ്റ മാത്രമേ കയറ്റുകയുള്ളൂ, ആൻഡ് കിയയുടെ കേസിലൊക്കെ ആണെങ്കിൽ സോണറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അവസ്ഥ. എന്തായാലും രണ്ട് കമ്പനികളും ഇപ്പോൾ K2 പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് അങ്ങോട്ട് തട്ടിയിട്ട് K1ലേക്കും K3യിലേക്കുമാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ പുതിയ വണ്ടിയിൽ ഹൈബ്രിഡ് കൺസിഡറേഷനിലുണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ. അത് 1.2 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആണോ 1.5 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആണോ അങ്ങനത്തെ പുതിയ അപ്ഡേറ്റ് ഒന്നുമില്ല. സെൽറ്റോസിൽ എന്തായാലും 2027 ഹൈബ്രിഡ് വരുന്നുണ്ട്. അത് 2026 അവസാനം 2027 ആകുമ്പോൾ വരുന്നു പറയുന്നു. നമുക്ക് ഇവിടെ കിട്ടുന്ന 1.5 ലിറ്റർ NA എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ടെസ്റ്റ് ആണെന്നും പറയുന്നു. പക്ഷേ ഇൻ്റർനാഷണലി അവരിപ്പോൾ US കാണിച്ചിരിക്കുന്ന 1.6 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആണ്. സോ അതിലൊക്കെ ഇപ്പോഴും ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടാനുണ്ട്. എന്തായാലും നമ്മുടെ സോണറ്റിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വെന്യൂവിലും ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം വന്നുകൂടായിരിക്കുന്നില്ല, കാരണം രണ്ടും എസെൻഷ്യലി സെയിം കമ്പനി തന്നെയാണ്. ഇത്രയൊക്കെ അപ്ഡേറ്റ്സ് നമുക്ക് എന്തായാലും ഇപ്പോൾ പുതിയ സോണറ്റിനെ പറ്റി ലഭിച്ചിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് അറിയിക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.